ഇതുപോലെ നന്നായി ഫ്ലവറിട്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ അഡീനിയം ചെടി. ഡിസംബർ മാസം അഡീനിയത്തിന് ഡോർമൻസി പീരീഡാണ്. ഈ മാസത്തെ ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാൻ നാം ചെയ്യേണ്ട 3 പരിചരണ രീതികളാണ് ഇതിൽ കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നനവ് നിയന്ത്രണമാണ്. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ചുവട്ടിൽ നോക്കുക നനവുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. നനവില്ലെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഇലകൾ പൊഴിയുന്നുണ്ട്, മഞ്ഞ നിറമാകുന്നുണ്ട്. ഈ സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവട് ചീഞ്ഞു പോകും. നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഫെർട്ടിലൈസറാണ്. ഈ സമയത്ത് ഫെർട്ടിലൈസർ കൊടുക്കണ്ട. ഇനി മാർച്ച് മാസത്തിൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത്. അധികം വളം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നമ്മുടെ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം. ഇതിന് ആദ്യം വേണ്ടത് നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കണമെന്നാണ്. 6-8 മണിക്കൂർ നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്തായിരിക്കണം എപ്പോഴും അഡീനിയം ചെടി വെക്കേണ്ടത്. അതോടൊപ്പം ചെറിയ വളം കൂടി ചെയ്താൽ നിറയെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ ഈ അഡീനിയം ചെടി. അഡീനിയം ചെടിക്ക് ഈ സമയത്ത് വിശ്രമകാലമാണ്, അതായത് ഡോർമൻസി പീരീഡ്. ഈ സമയത്ത് പൊതുവെ കുറവാണ് പൂക്കൾ. ഈ ചെടിക്ക് അതിൻ്റെ വേരുകളിൽ വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും ആ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചെടി എടുത്തുകൊള്ളും. എന്നിട്ടും ചെടി വാടുകയാണെങ്കിൽ അതിൻ്റെ ജലാംശം നഷ്ടപ്പെട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമയത്ത് ചെടികളുടെ ഇലകൾ കൊഴിഞ്ഞാലും സാരമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല ഇലകൾ വന്നു തുടങ്ങും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടിയുടെ ലൊക്കേഷൻ മാറ്റിവെക്കുക എന്നതാണ്. ചെടികൾ നന്നായി വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് മാറ്റിവെക്കുക. ഈ സമയത്ത് ചെടികൾ നന്നായി സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികൾ ചീഞ്ഞു പോകാൻ കാരണമാകും. ഈ സമയത്താണ് ചെടികൾ കൂടുതൽ നമ്മൾ സംരക്ഷിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ അഡീനിയം ചെടി ഉണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള അഡീനിയം ചെടി ഇതുപോലെ ഇലകളൊക്കെ കുഴിഞ്ഞ് മഞ്ഞളിച്ച് നിൽക്കുകയാണോ? പൂക്കളും തീരെ കുറവാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. ഇതിൽ സീഡ്സ് വന്ന് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ടോ മറ്റോ കെട്ടി നിർത്തുക. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് ഉണങ്ങി നടാൻ പാകത്തിന് കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. നാളെ 4 മണിക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.